ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, നമുക്കിന്നൊരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇത് നമ്മുടെ ക്യാരറ്റ് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് വേറെ 2-3 ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരാഴ്ച കുടിക്കുവാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഗ്ലോ ആകാനും അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചശക്തിക്കും ഇമ്മ്യൂണിറ്റിയും ഒക്കെ വളരെ നല്ലതായിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ക്യാരറ്റും ഒരു 5-6 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഈ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വഴിയേ പറയാം. പിന്നെ നമുക്ക് ഇനി ഈന്തപ്പഴത്തിനെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമ്മുടെ ഈന്തപ്പഴമൊക്കെ സോക്ക് ചെയ്യാൻ മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ ക്യാരറ്റിനെ ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പോൾ വേഗം അരഞ്ഞ് കിട്ടാനാണ് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നമ്മുടെ ക്യാരറ്റൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ, വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കിട്ടുന്ന ഈ തേങ്ങയാണ് കേട്ടോ. അപ്പം ഞാനൊരു കുറച്ച് തേങ്ങ എടുത്ത് ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ഈ ക്യാരറ്റിനകത്തേക്ക് ഇട്ട് ഇതിനെ രണ്ടിനെയും കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈന്തപ്പഴത്തിനകത്തേക്കും നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് അത് കുതിർക്കാൻ വച്ചേക്കുന്നത്. ആ കുതിർക്കാൻ വെച്ച ഈന്തപ്പഴവും കൂടെ ഇട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ അരച്ച് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലതായിട്ടൊരു തണുപ്പൊക്കെ കിട്ടും കേട്ടോ. ഇത് ഐസ് ക്യൂബ് ഇടാതെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ ഐസ് ക്യൂബ് ഇട്ടിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്, നല്ലൊരു തണുപ്പൊക്കെ കിട്ടുവേ. നമുക്കിതിനെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്ത് നമ്മളെ ആരോഗ്യകരമായിട്ടിരുത്താനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ജ്യൂസിലേക്ക് ഞാൻ വേറെ മധുരം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡേറ്റ്സിൻ്റെ മധുരവും ക്യാരറ്റിൻ്റെ മധുരവും പിന്നെ നമ്മുടെ തേങ്ങയുടെ മധുരവും, പിന്നെ ഇതിനകത്തേക്ക് വേറെ മധുരം ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഹണി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ജ്യൂസിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത 2-3 തേങ്ങയുടെ പീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് ജ്യൂസ് കുടിക്കുമ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇന്നത്തെ ഹെൽത്തി റെസിപ്പി എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റും എല്ലാം നമ്മളെ അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണണമെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.